ജനങ്ങൾക്ക് വൈദ്യുതാഘാതം വരുമോ എന്ന് അല്പ നിമിഷങ്ങൾക്കൊക്കെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് തോന്നൽ. എന്തായാലും വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. നിഖിൽ പ്രമേഷുമായി സംസാരിക്കുന്നതിൽ മന്ത്രി അത് പറയാതെ പറയുകയും ചെയ്തു. അപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞ ആദ്യ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രഖ്യാപനം ഇന്നും ഉണ്ടാകും. യൂണിറ്റിന് 10 മുതൽ 20 പൈസ വരെ കൂട്ടാനാണ് ആലോചന. യൂണിറ്റിന് പക്ഷേ 34 പൈസ കൂട്ടണമെന്നാണ് KSEB പറയുന്നത്. എന്നാൽ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ആഘാതമുണ്ടാക്കാത്ത രീതിയിൽ വൈദ്യുതി നിരക്ക് കൂട്ടുമെന്നാണ് വൈദ്യുത മന്ത്രി അല്പം മുമ്പ് നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞത്. വരവും ചെലവുമായിട്ട് പൊരുത്തപ്പെടണം. വലിയ ചെലവിലാണ് നമ്മൾ വൈദ്യുതി മേടിക്കുന്നത്. അതെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും? വേറൊരു രീതിയിലൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ചാർജ്, വളരെ പേര് ചാർജ് വരണം. അതേപോലെ പകൽ കമ്മിയാകുമ്പോൾ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്, റെഗുലേറ്ററി കമ്മീഷനാണ്, നമുക്കൊന്നും അറിയില്ല. പകൽ ഇലക്ട്രിസിറ്റി ചാർജ്, നമുക്ക് പകൽ ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തറും പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷും ചേരും. ആദ്യം ഷെഫീദ് റാവുത്തറിലേക്ക്. ഷെഫീദ് റാവുത്തർ ഇപ്പോൾ ലൈനിലില്ല. നിഖിൽ പ്രമേഷുണ്ട്. നിഖിൽ, മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നതനുസരിച്ച് ജനങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടാക്കാത്ത രീതിയിൽ വൈദ്യുതാഘാതം വരും എന്നാണോ? ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കേൻ. അദ്ദേഹം പറയുന്നത് ആ തരത്തിൽ തന്നെയാണ്. അതായത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ ബോർഡിന് മറ്റു വഴികളില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദനം വളരെ കുറവാണ്. പുറത്തുനിന്ന് വലിയ തുക കൊടുത്താണ് നിലവിൽ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ബോർഡിന് മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് ഈ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്നാൽ അത് വലിയ ആഘാതം ജനങ്ങൾക്ക് ഉണ്ടാക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതെങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഒരല്പം നിരക്ക് വർധന ഉണ്ടാവുക. സാധാരണഗതിയിലുള്ള, അതായത് വലിയ ഉപഭോഗം കൂടുതലില്ലാത്ത വീടുകളിൽ അത്ര പ്രയാസം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പകൽ സമയങ്ങളിൽ, അതോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ ഈ ഉപഭോഗം കുറഞ്ഞിട്ടുള്ള പകൽ സമയങ്ങളിലെ ഉപഭോഗത്തിന് ഒരു പക്ഷേ നിരക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം റെഗുലേറ്ററി കമ്മീഷനാണ് എടുക്കേണ്ടത്. റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ ശാശ്വതമായ എന്തെങ്കിലും ഒരു വൈദ്യുതി ഉൽപാദന സാഹചര്യം രൂപപ്പെടുന്നത് വരെ പരമാവധി രാത്രി കാലങ്ങളിൽ, അതായത് പീക്ക് ഹവറിലെ ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ KSEBക്ക് പണം നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് കേടായ മീറ്ററുകൾ ഇരിക്കുന്ന പല സ്ഥലത്തും, ട്രാൻസ്മിഷൻ ലോസ്, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മന്ത്രി കൃഷ്ണൻകുട്ടി എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട്, അതായത് KSEBക്ക് തന്നെ അവരാൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കടക്കാൻ പലപ്പോഴും പരിസ്ഥിതിവാദികളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ പല പദ്ധതികളും നടപ്പാക്കാൻ KSEBക്ക് കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ പറ്റണമെങ്കിൽ ആദ്യം ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. നമുക്ക് അതിനുള്ള സ്രോതസ്സുണ്ട്, പക്ഷേ അത് വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആതിരപ്പള്ളി പദ്ധതിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം പദ്ധതികൾ കേരളത്തിൽ തന്നെ വിഭാവനം ചെയ്യപ്പെടാതെ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി അവസാനിക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി അദ്ദേഹം ആഡ് ഓൺ ചെയ്യുന്നത്, ഇപ്പോൾ ഈ വൈദ്യുതി വർധന ഉണ്ടാകുമ്പോൾ, അത് നിരക്ക് വർധന ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണഫലം മറ്റൊരിടത്ത് ഇതുവരെ വൈദ്യുതി എത്തിയിട്ടില്ലാത്ത മേഖലയിലെ ആളുകൾക്ക് കൂടി ലഭിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതായത് അവിടങ്ങളിലേക്ക് കൂടി വൈദ്യുതി എത്തിക്കാൻ വേണ്ടി ഈ നിരക്ക് വർധനയെ കാണണം, അങ്ങനെ കണ്ടുകൂടെ എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉപഭോക്താക്കൾ. യഥാർത്ഥത്തിൽ ഈ അതിരപ്പള്ളി പോലെയുള്ള ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയിട്ടുള്ള ലോകത്തെ വിനോദസഞ്ചാരികളൊക്കെ അത്ഭുതത്തോടെ കാണുന്ന ഈ നാച്ചുറൽ വെള്ളച്ചാട്ടത്തെ, ആ ജലപാതത്തെ കൂടി നശിപ്പിച്ചാലേ നമ്മൾ അടങ്ങുന്നുള്ള ധാരണയിലാണ് പല ആൾക്കാരും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ KSEBയിലും ഒക്കെ തന്നെ ഒരുപാട് പാഴ്ചെലവുകൾ ഉണ്ടാകുന്നു. അതൊക്കെ പരിഹരിച്ച് എപ്പോഴും KSEBക്ക് പണം ആവശ്യം വന്നാൽ ഉടനെ വൈദ്യുതി നിരക്ക് കൂട്ടുക എന്ന് പറയുന്നൊരു നിലപാട് ജനങ്ങളെ ദ്രോഹിക്കുന്നത് തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി പോലുള്ള സ്ഥലത്ത് ഉടനെ തന്നെ പവർ പദ്ധതി കൊണ്ടുവരിക, അതൊക്കെ അത്ര പരിസ്ഥിതിവാദികളൊക്കെ അതിനെ എതിർക്കുകയാണ്. വ്യക്തിപരമായിട്ട് എനിക്കും അതിനോട് യോജിപ്പില്ല. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ.
എസ് ഏതായാലും സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഒരു തീരുമാനം നമുക്കറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂണിറ്റിന് ശരാശരി 34 പൈസ കൂട്ടണം എന്നുള്ളതാണ് KSEB ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് വിവിധ മേഖലകളിൽ സിറ്റിംഗ് ഒക്കെ നടത്തി പൊതുജന അഭിപ്രായം കൂടി കേട്ട് റെഗുലേറ്ററി കമ്മീഷൻ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ ഇന്നലെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. നിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KSEB ആവശ്യപ്പെടുന്ന പോലെ 34 പൈസ എന്നുള്ളത് ഒരു പക്ഷേ വന്നില്ലെങ്കിൽ കൂടി 10 മുതൽ 20 പൈസ വരെ വർദ്ധിപ്പിച്ചേക്കാം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിന് പുറമെ വേനൽക്കാലത്ത് അധിക താരിഫ് ഈടാക്കണമെന്ന പുതിയ നിർദ്ദേശവും KSEB മുന്നോട്ട് വെച്ചിരുന്നു. സമ്മർ താരിഫ് എന്നുള്ളൊരു സ്പെഷ്യൽ താരിഫാണ് KSEB ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വേനൽക്കാലമായ ജനുവരി മുതൽ മെയ് വരെ നിലവിൽ അംഗീകരിക്കുന്ന താരിഫിന് പുറമെ 10 പൈസ കൂടി യൂണിറ്റിന് അധികമായി വാങ്ങണം എന്നാണ് KSEB ആവശ്യം. സ്വാഭാവികമായും ഇത് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് ഈ സമ്മർ താരിഫ് കൂടി വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. KSEB ഇക്കാര്യത്തിൽ പറയുന്നത് KSEB ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് കാര്യക്ഷമമായി പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. ഈ ആഴ്ച പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചാലും ഡിസംബർ 1 മുതലുള്ള വൈദ്യുതി ഉപഭോഗത്തിന് പുതിയ ഉയർന്ന നിരക്ക് ഈടാക്കുമെന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് പറയാനുള്ളത്. പ്രതിവർഷം 2000 കോടിയിലേറെ രൂപയുടെ നഷ്ടം നേരിടുന്നതാണ് KSEBയുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ന്യായവാദം. എന്നാലും 10 മുതൽ 20 പൈസ വരെ യൂണിറ്റിന് അധികമായി ഈടാക്കിയേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം ഇന്ന് വരും. മാത്രമല്ല 10 പൈസ എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ടാണ്. പക്ഷേ യൂണിറ്റുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല തുകയായിട്ട് വരും. അപ്പോൾ വൈദ്യുതാഘാതം ഹൃദയാഘാതത്തിലേക്ക് വഴിമാറുമോ എന്നാണ് നമുക്കറിയേണ്ടത്. SKN, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KSEBയിലെ പാഴ്ചെലവടക്കം KSEBയ്ക്ക് അകത്തുള്ള ഈ ചെലവിൽ സംഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ അതിൻ്റെ ആഘാതം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പാവം ഉപഭോക്താക്കളാണ്. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത് 5ാം വട്ടം പിണറായി സർക്കാർ വന്ന ശേഷം വരുന്ന വൈദ്യുതി നിരക്കിലെ മാറ്റം. ഇപ്പോൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയാണ്. അതിനുശേഷമാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും നിരക്ക് വർധനവിനോട് സർക്കാർ യോജിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, പുതിയ നിർദ്ദേശങ്ങൾ കൂടി അവർ വെക്കുന്നുണ്ട്. അതായത് ഒരു സമ്മർ താരിഫ് എന്നൊരു നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ സമ്മർ താരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനുവരി മുതൽ മെയ് മാസം വരെ ഒരു പ്രത്യേക നിരക്ക്. അതായത് 3 കാരണങ്ങളാണ് പ്രധാനമായും വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിനായി KSEB പറയുന്നത്. 1, ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വന്നിട്ടുള്ള കുറവ്. 2, ഇതിന്റെ പ്രവർത്തന പരിപാലന ചെലവ് കൂടുന്നു. 3, ഇത്തരം സമ്മർ കാലങ്ങളിൽ, അതായത് വേനൽക്കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള ചിലവ് വർദ്ധിക്കുന്നു. ഈ 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉപഭോക്താവിന് മേൽ ഇരുട്ടടി നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ വൈദ്യുതി നിരക്ക് കൂട്ടാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സമ്മർ താരിഫ് എന്ന നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അതും വന്നേക്കാം. അങ്ങനെ അതേപോലെ പകൽ ഒരു താരിഫ്, രാത്രി മറ്റൊരു താരിഫ് എന്നതും റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ ഒരു നിർദ്ദേശമായി ഉണ്ട്. പകൽ വൈദ്യുതി ഉപഭോഗം കുറയും, ആ സമയത്ത് ഒരു കുറഞ്ഞ താരിഫും, അതേപോലെ രാത്രി വൈദ്യുതി ഉപയോഗം കൂടുകയാണെങ്കിൽ അവിടെ മറ്റൊരു താരിഫ് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും KSEB പറയുന്നത് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം കുറഞ്ഞതാണ് യഥാർത്ഥത്തിൽ വൈദ്യുതി നിരക്ക് ഈ തരത്തിൽ കൂട്ടാൻ കാരണമാക്കുന്നത് എന്നതാണ്. മാത്രമല്ല, പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്ന സാഹചര്യം അത് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് താങ്ങാവുന്നതിലും അധികമാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഏതായാലും സമ്മർ താരിഫ് എന്ന നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതേസമയം നിരക്ക് വർധന നടപ്പാകാൻ പോകുന്നു. ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും ആ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും. യഥാർത്ഥത്തിൽ നവംബർ 1 മുതൽ നിരക്ക് വർധന കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് അത് നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും റെഗുലേറ്ററി കമ്മീഷൻ ഈ നിരക്ക് വർധന എന്ന നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുന്നു. സമ്മർ താരിഫ് എന്ന നിർദ്ദേശം അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. രാത്രിയും പകലും 2 നിരക്ക് എന്ന നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരിന് മുൻപാകെ വെക്കും. ഏതായാലും ഇതിൽ ഏത് നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാലും അതിൽ ആത്യന്തികമായി അതിന്റെ ആഘാതം ഏൽക്കേണ്ടി വരുന്നത് ഉപഭോക്താക്കൾക്കാണ്. വൈദ്യുതാഘാതം എത്രമാത്രം രൂക്ഷമായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ഗോപികൃഷ്ണൻ, അല്പസമയം കഴിയുമ്പോൾ